ഹേ ഗൈസ്, മഴക്കാലത്ത് നല്ലൊരു കല്യാണം കൂടിയിട്ട് വന്നാലോ? അപ്പോൾ നമ്മൾ പട്ടാന്നൂർ മുട്ടന്നൂരാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ചങ്കിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണേ. അപ്പോൾ താലിയിട്ട് കഴിഞ്ഞാൽ അവർ ഫോട്ടോ സെഷന് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചങ്ക ആര്യ, ബാക്കിൽ ആദിശുണ്ട് കേട്ടോ. കിലുക്കത്തിലെ മീന തോറ്റു പോകും കേട്ടോ. നമ്മളെ നിമ്മി പെട്ടെന്ന് തന്നെ മണം പിടിച്ച് വെച്ച കോഴീൻ്റെ മണമോന്ന് എന്നെ ഒന്നും നോക്കിയില്ല പാചകശാലയിൽ. നമ്മളെ നവിയേച്ചീൻ്റെ കിച്ചുവിന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻ ഉള്ളവർക്ക് വെജിറ്റേറിയൻ, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ്. അപ്പോൾ പുറത്ത് നല്ല മഴയും നല്ല ചൂട് ബിരിയാണി, അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയും കഴിച്ച് അടുത്ത മഴ വരുന്നതിനിടയ്ക്ക് നമ്മളെ ചങ്കിൻ്റെ വീട്ടിലേക്ക് എത്തിയേ. അവിടെ എത്തി നമ്മൾ പീയൂഷിൻ്റെ റൂമെല്ലാം കണ്ട് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വൈകിട്ട് റിസപ്ഷൻ ഉണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടിയായി. പിന്നെ അതിന് ശേഷം പെട്ടെന്ന് തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മുടെ റിസപ്ഷൻ സ്റ്റാർട്ടായി. ഒന്നാമത് കോരിച്ചൊരിയുന്ന മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊതുവേ ആളൊക്കെ കുറവായിരുന്നു. പിന്നെ ആളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി. പാട്ടും പരിപാടിയും ഡാൻസൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് നമ്മൾ കുളിച്ച് കിടക്കാൻ നിൽക്കുമ്പോഴത്തേനും 2 മണിയേരം ആയി കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കലാപരിപാടികൾ, നമ്മൾ ഡിഗ്രി ചങ്കാന്ന് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒത്തുകൂടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ ക്ഷീണം നമ്മൾ മൊത്തത്തിൽ അങ്ങ് തീർത്തു. പിന്നെ കിടന്നുറങ്ങി. കൃത്യം 7 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ അമ്മ വിളിച്ചുണർത്തി. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പണിയും പരിപാടി. അത് പിന്നെ നമ്മുടെ പുതിയ വീടെല്ലാം ചോദ്യങ്ങളാവാം. എന്തുണ്ട് പുതിയ വീടെല്ലാം? അടിപൊളി. എങ്ങനെ നല്ല വൈബാ? ഓ മൈ ഗാഡ്. രാവിലെ ഇതാ ചായ എല്ലാം കുടിക്കേണ്ട തിരക്കാട്ടോ നമ്മൾ. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കലായി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രെയിംസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഗിഫ്റ്റും രണ്ടുപേരും ഇരുത്തി ഞങ്ങളങ്ങനെ പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കല്യാണം കഴിഞ്ഞ് ചെമ്പും പാത്രവും കഴുകി എന്ന് പറഞ്ഞ പോലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തി. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നല്ലൊരു വർത്താനൊക്കെ പറഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകാൻ കഴിയുമ്പോൾ നമ്മുടെ അമ്മൂനെ റൂമിലേക്കൊന്ന് വന്നു. അപ്പോൾ അമ്മു റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ദേവു കേട്ടോ. അപ്പോൾ ദേവു ഫോണും നോക്കി അവിടെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും പെട്ടെന്ന് യാത്രയൊക്കെ ചോദിച്ച് നമ്മൾ പോകാനിറങ്ങി. കോരിച്ചൊരിയുന്ന മഴയായതുകൊണ്ട് തന്നെ ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ 11:30 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേനും വീട് പിടിക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞങ്ങളുടെ ഇറങ്ങൽ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിന്നു. മൊത്തത്തിൽ കല്യാണം ഞങ്ങൾ അങ്ങ് പൊളിച്ചു വാരി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വൈബായിരുന്നു എല്ലാവരും. അവിടുന്ന് വരാൻ ഞങ്ങളെ വിടാൻ അവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെ പുതുമണവാളം കൊണ്ടുവിടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പീയൂഷിനും അക്ഷരയ്ക്കും ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.